ചരിത്രത്തിലാദ്യമായാണ് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിനും ഉത്തര കൊറിയൻ ഭരണകൂടത്തിനുമെതിരെ ഒരാൾ നിയമ നടപടി സ്വീകരിക്കുന്നത്. 1997 ഉത്തര കൊറിയയിൽ നിന്ന് ചൈനയിലേക്ക് രക്ഷപ്പെടുകയും 2018 തിരികെ ഉത്തര കൊറിയയിലേക്ക് നാട് കടത്തപ്പെടുകയും ചെയ്ത സ്ത്രീയാണ് ചോയ് മിൻ ക്യൂങ്. തിരികെ എത്തിച്ച ചോയ് മിൻ ക്യൂങ്ങിനെ ഉത്തര കൊറിയയിലെ വടക്കൻ ഹംഗയോങ് പ്രവിശ്യയിലെ ഓൺസോങ്ങിലാണ് തടവിൽ വെച്ചത്. അവിടെ 5 മാസക്കാലത്തോളം അവരെ ലൈംഗിക പീഡനങ്ങളും ശാരീരിക പീഡനങ്ങളും അടക്കം കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇരയാക്കി. 2012 ചോയ് ദക്ഷിണ കൊറിയയിലേക്ക് രക്ഷപ്പെട്ടു. നിലവിൽ ദക്ഷിണ കൊറിയയിൽ താമസിക്കുന്ന ചോയ് കഴിഞ്ഞ ദിവസം സോളിലെ സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതിയിൽ ഒരു പരാതി ഫയൽ ചെയ്തു. ജില്ലാ പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ ക്രിമിനൽ കേസും ഫയൽ ചെയ്തു. അന്താരാഷ്ട്ര ക്രിമിനൽ നിയമങ്ങളുടെ ലംഘനത്തിന് ചരിത്രത്തിലാദ്യമായി ഉത്തര കൊറിയൻ നേതാവിനും ഭരണകൂടത്തിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന ആദ്യത്തെ ഉത്തര കൊറിയൻ ഡിഫക്ടറായി ചോയ് മാറി. പ്രതീകാത്മകമായി ഏറെ പ്രസക്തമാണ് കിം ജോങ് ഉന്നിനെതിരായ നിയമ നടപടി. നോർത്ത് കൊറിയൻ ഡാറ്റാബേസ് സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ചോയിയെ നിയമ നടപടികൾക്ക് സഹായിച്ചത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, ഐക്യരാഷ്ട്രസഭ തുടങ്ങിയ വേദികളിലേക്ക് ചോയിയുടെ നിയമ പോരാട്ടം വ്യാപിപ്പിക്കാൻ NKTB തയ്യാറെടുക്കുകയാണ്. അതിഭീകരമായ പീഡനങ്ങളിൽ കൂടി കടന്നുപോയ ഒരാളെന്ന നിലയിൽ കിം ഭരണകൂടത്തെ മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കണക്ക് പറയിക്കുക എന്നത് തൻ്റെ ഉത്തരവാദിത്തമാണെന്നും അതിനായി പ്രവർത്തിക്കാനുള്ള അതിശക്തമായ ത്വരയും തനിക്കുണ്ടെന്നുമാണ് ചോയ് മിൻ ക്യൂങ് പറഞ്ഞത്. ഉത്തര കൊറിയക്കാരുടെ സ്വാതന്ത്ര്യവും അന്തസ്സും പുനഃസ്ഥാപിക്കുന്നതിനായുള്ള പ്രവർത്തനത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ് കിം ജോങ് ഉന്നിനെതിരായ നിയമ നടപടി. ഏതെങ്കിലും തരത്തിൽ കിം ജോങ് ഉന്നോ ഉത്തര കൊറിയൻ ഭരണകൂടമോ ഈ നിയമയുദ്ധത്തോട് പ്രതികരിക്കാൻ സാധ്യതയില്ലെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഉത്തര കൊറിയൻ ഭരണകൂടത്തിന് കീഴിൽ ഞെരിഞ്ഞമരുന്ന ഒരു ജനതയുടെ വേദന കൊണ്ടുവരാൻ കഴിയുക തന്നെ ചെയ്യും. ഉത്തര കൊറിയയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പുറമെ അഭയാർത്ഥികളോട് ചൈന പുലർത്തുന്ന മനുഷ്യത്വ വിരുദ്ധ നിലപാട് കൂടി ചോയിയുടെ കേസുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നുണ്ട്.